എല്ലാം ഊഹങ്ങളാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഊഹമാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം ഊഹമാണ്. ഊഹത്തിനപ്പുറത്തേക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇല്ല. മൊത്തം അഭ്യൂഹങ്ങളിൽ ചുഴറ്റി നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലേ ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നു എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന, ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിൽ കെട്ടിക്കിടക്കുന്ന, അന്വേഷണം എങ്ങുമെത്താത്ത കേസുകൾ എന്നേക്കുമായി അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ക്ലോഷർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വേരിഫിക്കേഷൻ പ്രക്രിയ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുകുമാരക്കുറുപ്പിനെ അദ്ദേഹം മുങ്ങിയ ശേഷം കണ്ടു എന്ന മൊഴി നൽകിയിട്ടുള്ള ആ നേഴ്സ് രത്നമ്മയുടെ മൊഴി ഈ ഇപ്പോഴത്തെ അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും അന്ന് തന്നെ 40 വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് തന്നെ അയാൾ മാരകമായ ഹൃദ്രോഗിയായിരുന്നു എന്ന മൊഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം ഇത്രയും വലിയ ഹൃദ്രോഗമുള്ള ആൾ ജീവിച്ചിരിക്കില്ല എന്നൊരു നിഗമനത്തിൽ ആ അന്വേഷണം അവസാനിപ്പിക്കുന്നിടത്തേക്ക് പോകുന്നു എന്നാണ് ഇന്ന് വന്ന ആദ്യ വാർത്ത. അതിനിടയിലാണ് ബ്രൂണയിൽ നിന്ന് തന്നെ പോയി ഒരു ചാനൽ അവിടുന്ന് തന്നെയുള്ള ദൃശ്യങ്ങളുമൊക്കെയായി രംഗത്ത് വരുന്നത്. സ്വാഭാവികമായി ഈ അഭ്യൂഹവും വേണമെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചാൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ കഴിയും. കാരണം ഇൻ്റർപോളിൻ്റെ റെഡ് കോർണർ നോട്ടീസുള്ള ആളാണ് ഈ പറയുന്ന സുകുമാരക്കുറുപ്പ്. അപ്പോൾ ഇൻ്റർപോൾ വഴി വളരെ വേഗത്തിൽ ഒരു ഇടപെടൽ, ഇൻ്റർപോളിനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോഡൽ ഏജൻസി CBI ആണ്. CBI വഴി സംസ്ഥാന സർക്കാരിന് വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് ബ്രൂണയുമായൊക്കെ ഇടപെട്ടുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു ഇപ്പോഴത്തെ അഭ്യൂഹങ്ങൾക്ക് അവസാനം ഉണ്ടാവും. എന്നാൽ ഒരു കാര്യം പറയാം, സുകുമാരക്കുറുപ്പ് ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ചരിത്രമാണ്. ഇനി അയാളെ കണ്ടെത്താതെ എന്നേക്കുമായി ഇത് അവസാനിക്കുകയാണെങ്കിലും അതും ചരിത്രമാണ്. അയാൾ എങ്ങനെയൊക്കെ പോയി എന്നതുപോലും പഠന വിഷയം ആക്കാൻ പോലും ഭാവിയിൽ കഴിയുന്നതാണ്. ഇതിൻ്റെ ഒരു വസ്തുത തെളിയിക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കേരള പോലീസിലെ ചില ചേരിപ്പോരുകൾ ഉണ്ട് എന്ന സംശയമുണ്ട്. ഈ സുകുമാരക്കുറുപ്പ് പൂർണ്ണമായും ജീവിച്ചിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുമ്പേ വന്ന് പറഞ്ഞ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥയെ മറ്റുള്ളവർ തള്ളുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം അന്വേഷണ ഏജൻസിക്കുണ്ട്. സുകുമാരക്കുറുപ്പ് ഈ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇത് മൊത്തം റാപ്പ് ചെയ്യാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണെന്നുള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആസൂത്രിതമായി പ്ലാൻ ചെയ്യപ്പെടുന്ന വാർത്ത ഒരു പക്ഷേ ഈ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും തന്നെ ഈ ബ്രൂണ മായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ ലഭിക്കുകയും അത് സംബന്ധിച്ച തിയറികൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. അതിനെ പിന്നെ ചുറ്റിപ്പറ്റി ഉള്ള അദ്ദേഹം അല്ലെങ്കിൽ ആ അന്വേഷണം നേരത്തെ ഇത് കണ്ട ഈ സൂചനകൾ ലഭിച്ച ആളുകൾ അദ്ദേഹം നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വിവരങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ളതാണോ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ അന്വേഷണവും? ഇന്ന് വാർത്ത ആദ്യം പുറത്തുവിട്ട ചാനലിൽ ഇയാളുടെ ഫോട്ടോ എടുത്ത ആൾ എന്ന് പറഞ്ഞ ആൾ മുഖം കാണിക്കാതെ സംസാരിക്കുന്നുണ്ട്. അത് മലയാളിയായ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു ഈഗോയുടെ പ്രശ്നം കേരള പോലീസിൽ പോലും ഉണ്ടാവേണ്ടതില്ല. വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഇതിപ്പോൾ അഭ്യൂഹമാണ്. ഈ പറയുന്ന ആളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കാതെ ആ കണ്ടെത്തിയ ബ്രൂണയിൽ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ആൾ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഇത് അഭ്യൂഹം എന്ന് പറഞ്ഞ് തള്ളാവുന്നതല്ല. കാരണം ഒരു ഫോട്ടോയുണ്ട്, ആ പ്രദേശത്തിന്റെ ദൃശ്യങ്ങളുണ്ട്, അയാളെ കണ്ടെത്തിയ ആളുടെ ബൈറ്റുണ്ട്. ഇതെല്ലാം പിന്നെ അയാൾ ഈ പറയുന്ന ഏറ്റവും വലിയ സംഗതി അതാണ്. പെട്ടെന്നുള്ള ഒരു എവിഡൻസ് ആയി എടുക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നതെന്ന് വാർത്തകളിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇയാളുമായി ബന്ധപ്പെട്ട എത്ര പേർ, ബ്രൂണ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു രാജ്യവുമൊന്നുമല്ല, വളരെ കുറഞ്ഞ ജനസംഖ്യ ഉള്ള ചെറിയ രാജ്യമാണ്. അപ്പൊ അതെ, അപ്പം സ്വാഭാവികമായി എന്ത് ചെയ്യാം, ഏതൊരു അന്വേഷണ ഏജൻസിക്ക് ഇയാളുമായി ബന്ധപ്പെട്ടവരെ കാണാം. ഇയാൾ അവിടുന്ന് മുങ്ങിയെങ്കിൽ പോലും ഇയാളാണോ എന്നതൊക്കെ കണ്ടെത്താവുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. അതിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ അഭ്യൂഹങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക.